ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. AMV എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഉണ്ടാകുന്ന ഒരു സംശയമാണ് ഡ്രൈവിംഗ് ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ലൈറ്റ് മോട്ടോർ വെഹിക്കിളിൽ 1 ഇയർ വാലിഡ് ആയിട്ടുള്ള ഒരു ലൈസൻസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാവേണ്ട കാര്യമാണ് മിനിമം ഏജ് എന്ന് പറയുന്നത് 20 ഇയേഴ്സ് ഉണ്ടായിരിക്കുകയും വേണം. ഈ 2 കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഹെവി ലൈസൻസിന് വേണ്ടി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഹെവി ലൈസൻസ് അപ്ലൈ ചെയ്യുമ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പുണ്ട്. അതായത് നിങ്ങൾ ഡ്രൈവിംഗ് സ്കൂൾ തിരഞ്ഞെടുക്കുന്നതാണ്. ആദ്യം തന്നെ ഒരു നല്ല ഡ്രൈവിംഗ് സ്കൂൾ തിരഞ്ഞെടുക്കണം. അവിടെ ഈ പറയുന്ന ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കണം. ഫെസിലിറ്റീസ് ഉദ്ദേശിക്കുന്നത് മെയിനായിട്ട് ഹെവി വെഹിക്കിൾസ്, അതായത് ലോറി, ബസ് അങ്ങനെയുള്ള ഹെവി വെഹിക്കിൾസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അതിന് പറ്റിയ ഇൻസ്ട്രക്ടേഴ്സ്, അത് പഠിപ്പിക്കാൻ കഴിവുള്ള ഇൻസ്ട്രക്ടേഴ്സും ഉണ്ടായിരിക്കണം. അപ്പോൾ ആ 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മുന്നീടുള്ള കാര്യങ്ങളെല്ലാം സുഗമമായിട്ട് നടക്കും. കാരണം ഈ ഡ്രൈവിംഗ് സ്കൂളുകാർ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളെ മുന്നോട്ടുള്ള കാര്യങ്ങൾ ഗൈഡ് ചെയ്യുന്നതാണ്. അപ്പം മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ലേണേഴ്സ് ലൈസൻസ് എടുക്കേണ്ടി വരും. അപ്പോൾ ആ ലേണേഴ്സ് ലൈസൻസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ആപ്ലിക്കേഷൻ ഫോമും അതിൻ്റെ കറസ്പോണ്ടിങ് ഒരു ഫീയും ഉണ്ട്, അത് അടയ്ക്കേണ്ടതായിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഈ ഫോമും ഫീയും കൊടുക്കുന്ന കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. ബേസിക്കലി കണ്ണിൻ്റെ ടെസ്റ്റാണ്. ആ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ കൂടെ തന്നെ ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ലേണേഴ്സ് ലൈസൻസ് എടുക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഒരു ടെസ്റ്റ് ഉണ്ടായിരിക്കും. ആ ടെസ്റ്റ് അതിൻ്റെ അകത്ത് കുറേ ചോദ്യങ്ങളൊക്കെ കാണും. അത് ഹെവിയുമായിട്ട് ബന്ധപ്പെട്ട കുറേ ചോദ്യങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്തിട്ട് വേണം ഈ ഒരു ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ. അതിനൊരു മിനിമം മാർക്കും ഒക്കെ ഉണ്ട്. പാസ്സായെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യത്തുള്ളൂ, ലേണേഴ്സ് ലൈസൻസ് ലഭിക്കത്തുള്ളൂ. ഈ ലേണേഴ്സ് ലൈസൻസ് ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഡ്രൈവിംഗ് ടെസ്റ്റിന് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് അടുത്ത പാർട്ട്. അതായത് ഡ്രൈവിംഗ് ടെസ്റ്റിന് അറ്റൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയത് ലേണേഴ്സ് ലൈസൻസ് വേണ്ടിയതായിട്ടുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കണം. ഇനി വൺസ് ഡ്രൈവിംഗ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ നിങ്ങൾക്ക് കുറേ ടെസ്റ്റുകൾ കാണും. ആ ടെസ്റ്റുകൾ വണ്ടി ഓടിക്കേണ്ടതായിട്ടൊക്കെ ഉള്ള കേസുകളുണ്ട്. അതെല്ലാം ഓടിച്ച് നിങ്ങൾ കാണിച്ച് നിങ്ങൾ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ലൈസൻസ് ലഭിക്കുന്നതാണ്. ആ ലൈസൻസിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 5 ഇയേഴ്സ് ആയിരിക്കും. അപ്പോൾ 5 വർഷം കൂടുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, അത് റിന്യൂ ചെയ്യേണ്ടതായിട്ടും ഉണ്ട്. ഇനി റിന്യൂവൽ ചെയ്യേണ്ട സമയം, അതായത് ഇപ്പോൾ ഓൾറെഡി ചില ആൾക്കാരൊക്കെ ലൈസൻസ് എടുത്തിട്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ അവരോട് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ ലൈസൻസ് വാലിഡിറ്റി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 5 ഇയേഴ്സ് ആണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. ഇനി നിങ്ങൾക്ക് ഈ 5 ഇയേഴ്സ് ആവാറായിട്ടുണ്ടാവും, പലരുടെയും ലൈസൻസ് 5 ഇയേഴ്സ് ആവാറായിട്ടുണ്ടാവും. അപ്പോൾ അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 1 വർഷം മുമ്പെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് റിന്യൂവൽ ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പോൾ അത് മാക്സിമം നിങ്ങൾ 1 വർഷം മുമ്പ്, 5 വർഷത്തിന് എത്തുന്നതിന് 1 വർഷം മുമ്പ് തൊട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, അതിന് റിന്യൂവൽ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യണം. കാരണം ഈ സംഭവം നമ്മൾ മറന്നു പോകുന്നൊരു സാധനമാണ്. 5 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും കുറേ നാൾ കഴിയുമ്പോഴായിരിക്കും നമ്മൾ ഈ കാര്യം തന്നെ ഓർക്കുന്നത്. പലർക്കും അങ്ങനെ അബദ്ധം പറ്റാറുണ്ട്. അപ്പോൾ അത് പിന്നീട് ലൈസൻസിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇഷ്യൂ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം 4 വർഷം, നിങ്ങളുടെ ലൈസൻസ് 4 വർഷമൊക്കെ ആവുന്ന പോയിന്റ് തൊട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, അതിന് റിന്യൂവൽ ചെയ്യാനുള്ള പ്രോസസ്സിലോട്ട് പോകണം. അതെന്തുകൊണ്ട് അത് ചെയ്യണമെന്നുള്ളതിൻ്റെ ഞാൻ ക്ലാരിറ്റി തരാം. അതായത് ലൈസൻസ് പർട്ടിക്കുലറാണ്. ഓക്കെ, ഈ ലൈസൻസ് പർട്ടിക്കുലറിൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറയാം. ഇത് നമ്മൾ ചേർത്ത് വായിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഇപ്പം AMVയുടെ നോട്ടിഫിക്കേഷൻ ഈ ഒരു പോയിന്റിൽ വന്നിട്ടില്ല. മോസ്റ്റ് പ്രോബബിളി AMVയുടെ നോട്ടിഫിക്കേഷൻ വരുന്നത് അടുത്ത വർഷമായിരിക്കാം. ഓക്കെ, മേ ബി ജനുവരി തൊട്ടുള്ള ഏതെങ്കിലുമൊക്കെ സമയത്തായിരിക്കാം വരുവാൻ സാധ്യതയുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എത്രയും വേഗം തന്നെ നിങ്ങൾ ഹെവി ലൈസൻസിനുള്ള കാര്യങ്ങൾ ചെയ്തു വെക്കണം. അത് എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ AMVയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടാണ് ചെയ്യാനിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്കിത് സമയത്ത് നിങ്ങൾക്ക് ലൈസൻസ് തയ്യാറായി കിട്ടത്തില്ല. കാരണം നിങ്ങൾ ഹെവി ലൈസൻസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലേണേഴ്സ് ലൈസൻസ് കിട്ടി, അത് കഴിഞ്ഞ് 1 മാസമൊക്കെ കഴിയുമ്പോഴായിരിക്കും ടെസ്റ്റ് വരുന്നത്. പിന്നെ ഈ ഹെവി ലൈസൻസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാസത്തിൽ 1 അല്ലെങ്കിൽ 2 ടെസ്റ്റുകളൊക്കെ മാക്സിമം നടക്കത്തുള്ളൂ. ബാക്കിയൊക്കെ നോർമൽ LMVയുടെ ടെസ്റ്റുകളാണ് കൂടുതലായിട്ട് നടക്കുന്നത്. അപ്പോൾ ഈ ഹെവി ലൈസൻസ് വെക്കുന്ന മാസത്തിൽ 1 ടെസ്റ്റ് അല്ലെങ്കിൽ 2 ടെസ്റ്റൊക്കെ നടക്കത്തുള്ളൂ. അതും RTO ബേസ് ചെയ്ത് ഡിഫറൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പം നിങ്ങൾ ഈ ലേണേഴ്സ് ലൈസൻസ് എടുത്തിട്ട് പിന്നെ ഈ ഹെവി ലൈസൻസ് എടുക്കാനൊക്കെ പോകുമ്പോഴത്തേ നിങ്ങളുടെ ഇതെല്ലാം പ്രോസസ്സ് ലാഗായി പോകും. ഒരു 2-3 മാസം കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈസൻസ് കിട്ടത്തുള്ളൂ. അപ്പോഴത്തേനും നിങ്ങളുടെ എന്ത് പറ്റും, ഈ AMVക്കുള്ള നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യേണ്ട സമയമെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ രണ്ടാമതുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ AMV നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ കയ്യിൽ ലൈസൻസ് ഉണ്ടായിരിക്കണമെന്നാണ് അവർ പറയുന്നത്, നോട്ടിഫിക്കേഷൻ അത് പറയുന്നത്. അതായത് നിങ്ങൾ ലൈസൻസ് എടുക്കുന്ന പോയിന്റിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിൻ്റെ നിങ്ങളുടെ സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഹെവി ലൈസൻസ് ഉണ്ടായിരിക്കണമെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളുള്ളത് കൊണ്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെവി ലൈസൻസ് എത്രയും വേഗം തന്നെ, ഇപ്പം ഈ വർഷം തന്നെ എന്നെ കേൾക്കുന്ന ഇന്നാണെങ്കിൽ അല്ലെങ്കിൽ നാളെ തന്നെ നിങ്ങൾ അതിനുള്ള പ്രോസസ്സ് ചെയ്യുക.
എന്നിട്ട് ഈ ലൈസൻസ് എടുക്കാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക. പിന്നെ ചില സമയത്ത് ചിലപ്പോൾ നിങ്ങൾ ഡ്രൈവിംഗ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഫെയിലർ ആവാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഫെയിലർ ആയി കഴിഞ്ഞാൽ വീണ്ടും റീ അറ്റംപ്റ്റ് ചെയ്യേണ്ടൊക്കെ കേസ് വരും. അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങളുടെ ടെസ്റ്റുകളൊക്കെ ലാഗായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എത്രയും വേഗം തന്നെ എന്ത് ചെയ്യണം, ഹെവി ലൈസൻസ് എടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇനി ഞാൻ പറഞ്ഞല്ലോ ലൈസൻസ് പർട്ടിക്കുലറിൻ്റെ ഇമ്പോർട്ടൻസ് എന്തോന്ന്. അതായത് നമ്മൾ ഈ ലൈസൻസ് പർട്ടിക്കുലർ എടുക്കുമ്പോൾ, ലൈസൻസ് പർട്ടിക്കുലർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മുടെ ഹിസ്റ്ററിയാണ്, നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തതിൻ്റെ ഹിസ്റ്ററിയാണ്. അത് നമുക്ക് നമ്മുടെ ഈ എക്സാം എല്ലാം കഴിഞ്ഞ്, അതായത് നോട്ടിഫിക്കേഷൻ വന്നിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഓഫ്ലൈൻ ടെസ്റ്റ് കാണും, പോയി എക്സാം എഴുതുന്നുണ്ടാവും, OMR എക്സാം ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻ്റർവ്യൂവിൻ്റെ കാര്യങ്ങളൊക്കെ വരും. നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻ്റർവ്യൂവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് ലൈസൻസിൻ്റെ പർട്ടിക്കുലറും കൂടെ ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ലൈസൻസ് പർട്ടിക്കുലർ ഹാജരാക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് നിങ്ങളുടെ ഫിസിക്കൽ ടെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഇത് ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്തെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഒരു വാലിഡ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ലൈസൻസ് പർട്ടിക്കുലർ. അത് നമ്മൾ ഓൺലൈൻ ഈ പരിവാഹൻ സൈറ്റിൽ കൂടെ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നതാണ്. അത് നിങ്ങളുടെ ഹിസ്റ്ററിയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ലൈസൻസ് ഏതെങ്കിലും പോയിന്റ് ടെർമിനേറ്റ് ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈസൻസിൽ എവിടെയൊക്കെ ഗ്യാപ്പ് വന്നിട്ടുണ്ട്, നിങ്ങൾ റിന്യൂവൽ ചെയ്ത സമയം എപ്പോഴാണ്, നിങ്ങൾക്ക് ബാഡ്ജ് ഉണ്ടോ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയുന്ന ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ പർട്ടിക്കുലർ. അപ്പോൾ നിങ്ങൾ ഈ പർട്ടിക്കുലറിനകത്ത് ഈ കറക്റ്റായിട്ട് അപ്ഡേറ്റ് ആവണമെങ്കിൽ നിങ്ങളുടെ ഈ പറയുന്ന ഹെവി ലൈസൻസിൻ്റെ ഡേറ്റ എല്ലാം അപ്ഡേറ്റ് ആവുന്നത് ഇതിനകത്തുണ്ട്. അപ്പോൾ ഈ ലൈസൻസ് പർട്ടിക്കുലർ നിങ്ങൾ കൂടുതൽ ഹാജരാക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ എത്രയും വേഗം തന്നെ അതിൻ്റെ പ്രോസസ്സ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ഈ മോട്ടോർ വെഹിക്കിളൊക്കെ ഓടിക്കുന്ന സമയത്ത് നിങ്ങൾ തെറ്റുകൾ വരാതിരിക്കാൻ മാക്സിമം ശ്രമിക്കണം. ഇപ്പോൾ സ്പീഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളുടെ ഈ ലൈസൻസൊക്കെ ചിലപ്പം ബാനായി പോയി കഴിഞ്ഞാൽ അതെല്ലാം ഈ പർട്ടിക്കുലറിനകത്ത് ഹിസ്റ്ററി ആയിട്ട് കിടക്കും. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ മുന്നോട്ടുള്ള പ്രോസസ്സിനെ ബാധിക്കുന്നതാണ്. നിങ്ങളുടെ ഈ പറയുന്ന AMV ഉള്ള മോഹത്തെ തന്നെ ബാധിക്കുന്നതാണ്. അപ്പം ഈ മോട്ടോർ വെഹിക്കിളുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു തെറ്റുകളും വരാതെ, പണിഷ്മെൻറ്റ്സും അങ്ങനെയുള്ളതൊന്നും വരാതെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കറക്റ്റായിട്ട് സമയത്ത് തന്നെ നിങ്ങൾ ഹെവി ലൈസൻസ് എടുക്കുകയും ചെയ്യണം. ഓക്കെ. പിന്നെ എല്ലാ സമയത്തും ത്രൂ ഔട്ട് നിങ്ങളുടെ പ്രോസസ്സുകളിൽ, അതായത് ഈ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത്, ഫിസിക്കൽ ടെസ്റ്റിൻ്റെ സമയത്ത്, ആ എല്ലാ പ്രോസസ്സുകളിലും നിങ്ങളുടെ എന്തുണ്ടായിരിക്കണം, വാലിഡായിട്ടുള്ള ലൈസൻസും ഉണ്ടായിരിക്കണം. ഓക്കെ. ആ സമയത്തൊന്നും നിങ്ങൾ റിന്യൂവൽ ചെയ്യാതെ കിടക്കുന്ന രീതിയിലൊന്നും ആവരുത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ഈ പോയിൻ്റായിട്ട് ആഡ് ചെയ്ത്, റിന്യൂവൽ നിങ്ങൾക്ക് 1 year ബിഫോർ എക്സ്പയറി സമയമുണ്ട്. അപ്പോൾ എത്രയും വേഗം അത് മറന്നൊക്കെ ഇരിക്കുന്നതാണ്, നിങ്ങളുടെ ലൈസൻസൊക്കെ ഒന്ന് നോക്കുക. നോക്കിയിട്ട് റിന്യൂ ചെയ്യാനുള്ളവർ എത്രയും വേഗം തന്നെ അത് റിന്യൂവിനുള്ള പ്രോസസ്സുകളൊക്കെ ചെയ്യുക. കാരണം അടുത്ത എക്സാം വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ഈ കാര്യങ്ങൾ റിന്യൂവൽ ആയിട്ടുണ്ടായിരിക്കണം. എന്നാലേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ എക്സാം അപ്ലൈ ചെയ്യാതെ പോയിട്ടുള്ള ആൾക്കാരുണ്ട്. അതായത് ഈ സമയത്ത് റിന്യൂവൽ ചെയ്യാൻ പറ്റാതെ, ആ സമയത്താണ് അവർ തുറന്നു നോക്കിയത്. അപ്പോൾ അങ്ങനെ റിന്യൂവൽ ചെയ്യാൻ പറ്റാതെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റാതെ വന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പം എത്രയും വേഗം തന്നെ ഹെവി ലൈസൻസിനുള്ള നടപടികൾ നിങ്ങൾ ആരംഭിക്കുക. അതുപോലെ തന്നെ ഏണസ്റ്റ് അക്കാഡമി ഒരു ലോങ് ടൈം ഓൺലൈൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് MBA കോഴ്സിനായിട്ടുള്ളത്. അപ്പോൾ അത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കൊടുത്തിട്ടുള്ള നമ്പറുകൾ വിളിക്കുക, അല്ലെങ്കിൽ നമ്മൾ താഴെ ഒരു ഫോം അറ്റാച്ച് ചെയ്യുന്നുണ്ട്, ആ ഫോം ഫില്ല് ചെയ്താലും മതിയാവും. ഓക്കെ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ഗുഡ് ബൈ.